ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ IPRൻ്റെ മൊഡ്യൂൾ 4 ഇൻവെസ്റ്റേഴ്സിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിൽ ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയൊരു വിഭാഗമുണ്ട്. അതുപോലെ തന്നെ ഇവർ തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുന്ന ഇൻവെസ്റ്ററാണ്. ഈ ഇൻവെസ്റ്റർ ഈസ് എ ടിപ്പിക്കലി ഡിസ്റ്റൻറ്റ് ഫ്രം ദി ട്രേഡർ. ആൻ ഇൻവെസ്റ്റർ പുട്സ് ക്യാപിറ്റൽ ടു യൂസ് ലോങ് ടൈം ഗെയിൻ ആൻഡ് വൈൽ ട്രേഡ് ഷോർട്ട് ടൈം പ്രോഫിറ്റ് ബൈ ബൈയിങ് ഓർ സെല്ലിങ് സെക്യൂരിറ്റി ഓവർ ആൻഡ് ഓവർ അഗെയിൻ. അതായത് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ട്രേഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ലോങ് ടൈം ആയിട്ട് ഇപ്പോഴേക്കല്ല, പെട്ടെന്നുള്ള ലാഭത്തിന് വേണ്ടിയിട്ടല്ല അവർ ചെയ്യണേ. അവരൊരു 5 കൊല്ലമോ 6 കൊല്ലമോ ഒക്കെ കഴിഞ്ഞിട്ട് റിട്ടേൺ ആയിട്ട് കിട്ടണ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത്. അതായത് ഫിനാൻഷ്യൽ റിട്ടേൺസ് ആയിട്ട് കിട്ടണം. നമ്മളൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് പ്രതീക്ഷിക്കുക, അതുപോലെ തന്നെ തിരിച്ച് കിട്ടണം എന്നുള്ളൊരു ഇതിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ ട്രേഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസ്ക് കൂടുതലായിട്ട് എന്താ പറയുക, ഒരു ലോട്ടറി എടുക്കുക, ആ ഒരു മൈൻഡ് സെറ്റുള്ള ലക്കിനെ പരീക്ഷിക്കുന്ന, റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണ് ട്രേഡേഴ്സ്. അവർ ഷോർട്ട് ടൈമായിട്ട് പ്രോഫിറ്റ് കിട്ടണം. അതായത് ഇന്ന് പൈസ രാവിലെ 9 മണിക്ക് സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങുമ്പോൾ അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് 4 മണിക്ക് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ അവരുടെ ലാഭം ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ ട്രേഡേഴ്സ്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ടിപ്പിക്കലി ഹോൾഡ് പൊസിഷൻ ഫോർ ഇയേഴ്സ് ടു ഡീക്കേഡ്സ് വൈൽ ട്രേഡേഴ്സ് ജനറലി ഹോൾഡ് പൊസിഷൻ ഫോർ ഷോർട്ട് പീരീഡ്സ്. അതായത് ഇത് നമ്മൾ രണ്ടായാലും നമ്മൾ അവരുടെ സ്റ്റോക്ക്, ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ എന്താ പറയുക, സ്റ്റോക്സ് മേടിക്കുകയാണ് നമ്മൾ. അവരുടെ ഒരു പാർട്ട്ണറുടെ പോലെ ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ലെവലിലേക്കാണ് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സും അങ്ങനെ നോക്കുമ്പോൾ സെയിമാണ്. ബട്ട് അവിടെ വരുന്ന ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും സെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഷെയർ ഹോൾഡർ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റർ ആയാലും ട്രേഡർ ആയാലും ഷെയർ ഹോൾഡർ ആണല്ലോ. അപ്പോൾ ഷെയർ ഹോൾഡറായ ഇൻവെസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടൈം കുറച്ച് കാലങ്ങൾക്ക് ഉണ്ടാവും അയാൾ തന്നെ ഷെയർ ഹോൾഡറായിട്ട്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡർ എന്ന് പറയുമ്പോൾ ആൾ ഇൻവെസ്റ്റ് ചെയ്യണു, സെല്ല് ചെയ്യണു, ബൈ ചെയ്യണു, അങ്ങനെ പോകുന്നു പൈസ അനുസരിച്ച്. ഓക്കെ, little few seconds. The investors and traders also focus on different types of analysis. Traders typically focus on the technical factors of a stock known as technical analysis. ആരായാലും ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും ഒരു പൈസ മുടക്കാൻ പോകുകയാണല്ലോ. അപ്പോൾ നമുക്ക് ലാഭം കിട്ടുമോ ഇല്ലയെന്ന് നമുക്കറിയേണ്ട ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് അനാലിസിസ് നടത്തിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഒരു ഫോൺ എടുക്കുക, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു TV അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ എടുക്കുമ്പോൾ നമ്മൾ യൂട്യൂബിൽ റെഫർ ചെയ്യുമല്ലോ, യൂട്യൂബിൽ ആൾക്കാരോട് ചോദിക്കും. ആ ഒരു പരിപാടി ഇവരും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ഓൺ അതർ ഹാൻഡ് ആർ മോർ കൺസേൺഡ് വിത്ത് ലോങ് ടൈം പ്രോസ്പെക്ട്സ് ഓഫ് ദി കമ്പനി, ഓഫൺ ഫോക്കസിങ് on its fundamental values. They make investments decision based on the likelihood of appreciation of stock share price. സ്റ്റോക്ക് ഷെയറിൻ്റെ നമുക്ക് അനുകൂലമാവുന്ന ടൈമിൽ മാത്രമാണ് ഇൻവെസ്റ്റേഴ്സ് ആയാലും ട്രേഡേഴ്സ് ആയാലും അവർ ഇൻവെസ്റ്റ് ചെയ്യുകയുള്ളൂ, ലോങ് ടൈം ആയാലും ഷോർട്ട് ടൈം ആയാലും. ഇനി ട്രഡീഷണൽ ഓർ കോമൺ തിങ്സ് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റിംഗ് ബിലോ. എന്തിലൊക്കെയാണ് ഇൻവെസ്റ്റേഴ്സ്, അതായത് ട്രേഡേഴ്സും ഇൻവെസ്റ്റേഴ്സിൻ്റെ അടിയിൽ വരുന്നൊരു സബ്ബായിട്ടുള്ള ഒരു ലെവലാണ് ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. സോ അത് കോമൺ ആയിട്ട് ഇൻവെസ്റ്റർ, രണ്ടുപേരും പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാരായാലും നമ്മൾ ഇൻവെസ്റ്റർ. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ ഇൻവെസ്റ്റർ ആണെന്ന് ഉദ്ദേശിച്ച് ട്രേഡർമാരും ഇത് ചെയ്യാറൊക്കെ ഉണ്ട്. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബൈ ഷെയർസ് ഓഫ് പബ്ലിക്കലി ട്രേഡഡ് കമ്പനീസ് വിച്ച് ആർ റെപ്രസെൻറ്റ് ഓണർഷിപ്പ് ഇൻ ദി കമ്പനി ആൻഡ് പ്രൊവൈഡ് ഷെയർ ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ്സ്. Many brokers now allow partial share ownership, so investors are necessarily required to own a full share of a company stock. Okay, ഇൻവെസ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് സ്റ്റോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് കമ്പനികളിൽ, അതായത് പ്രൈവറ്റ് ലിമിറ്റഡ് വലിയ കമ്പനീസ് ഫണ്ട് ഉണ്ടാക്കാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അതായത് കടമെടുത്തിട്ട് നമ്മൾ ബിസിനസ് വലുതാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് തകർന്നു കഴിഞ്ഞാൽ നമ്മൾ കടം തിരിച്ചടയ്ക്കണം. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് ആകുമ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റ് ബിസിനസ്സാണ് ചെയ്യണം. ബിസിനസ് ആകുമ്പോൾ ലാഭം നഷ്ടം ഉണ്ടാവും എന്നുള്ള ഒരു പോയിന്റിൽ വെച്ച് നമുക്ക് ലാഭം ഉണ്ടാകുമ്പോൾ മാത്രം പ്രോഫിറ്റ് കൊടുത്താൽ മതി. നഷ്ടമാണെങ്കിൽ പ്രോഫിറ്റ് കൊടുക്കും വേണ്ട, പക്ഷെ നമുക്ക് കമ്പനീനെ ഡെവലപ്പ് ചെയ്യാൻ ആ പൈസ ഉപയോഗിച്ചുകൊണ്ട് ഒരു തെറ്റുമില്ല. ഓക്കെ, അതാണ് നമ്മളെ തമ്മിലുള്ളൊരു എഗ്രിമെൻറ്റ്. ആ ഒരു ഷെയർ മേടിക്കുമ്പോൾ ഉള്ള ഒരു എഗ്രിമെൻറ്റ് അതാണ്. ഓക്കെ, ഇപ്പോൾ ആകുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ആർ നോട്ട് നെസസറിലി ഗെറ്റ് ഓൺ എ ഫുൾ. ഇപ്പോൾ മെനി ആയിട്ടുള്ള കമ്പനീസ്, എല്ലാ വലിയ കമ്പനീസൊക്കെ അവരുടെ ഷെയർ പാർഷ്യലി മേടിക്കാൻ അനുവദിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഷെയർ കൂടുമ്പോൾ മേടിക്കണം എന്ന് നിർബന്ധമില്ല. ഒരു 5% ഷെയറുള്ള സ്റ്റോക്ക് പിന്നെയും ഇങ്ങനെ 10 പേർക്ക് വെച്ച് 0.5 വെച്ചിട്ട് ഷെയർ ഇപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന്. ഓക്കെ,
Bond. Investors can buy fixed income securities such as government bond or corporate bond which pay interest return to principal investment at maturity period. അതായത് ഗവൺമെൻറ്റിന് നമ്മൾ പൈസ കൊടുത്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്കൊരു ഒരു ടൈം കഴിഞ്ഞ് തിരിച്ച് കിട്ടും. ഓക്കെ, ഇനി റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇൻവെസ്റ്റേഴ്സ് നമ്മൾ സ്ഥലം മേടിക്കുക, അല്ലെങ്കിൽ ഒരു ബിൽഡിങ് പണിത് വാടകയ്ക്ക് കൊടുക്കുക, ഓർ ഫ്ലാറ്റ് മേടിച്ച് അത് വാടകയ്ക്ക് കൊടുക്കുക, അങ്ങനെ റിയൽ എസ്റ്റേറ്റ് പരമായിട്ട്, അതായത് ബിസിനസ് തന്നെ, ഒരു കച്ചവടം എന്ന് പറയില്ലേ നമ്മൾ, ഭൂമി റിയലായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഡയറക്റ്റ് ഇൻവോൾവ് ഇല്ലാണ്ട് പൈസ മേടിക്കുന്ന പരിപാടി. ഓക്കെ, മ്യൂച്വൽ ഫണ്ട്സ് ക്യാൻ ഇൻവെസ്റ്റ് ഇൻ പ്രൊഫഷണലി മാനേജ്ഡ് പോർട്ട്ഫോളിയോ ഓഫ് സ്റ്റോക്സ്. The goal behind mutual fund is clarification, low risk compared to investing in മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ ട്രേഡ് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്കും ചെയ്യാം, അല്ലെങ്കിൽ ഇതിനായിട്ട് കമ്പനീസോ അല്ലെങ്കിൽ കുറച്ച് ടീംസൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അവരുടെ പൈസ കൊടുത്ത് അവർ ചെറിയ ലാഭം എടുത്തിട്ട് നമുക്കൊരു തിരിച്ചു കൊണ്ടുതരും. അതായത് നമ്മളിപ്പോൾ സൊമാറ്റോയിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് കുറച്ച് അഡീഷണലായിട്ട് പൈസ കൊടുത്താൽ നമ്മുടെ വീട്ടിലേക്ക് സാധനം എത്തണ പോലെ, അതുപോലത്തെ ഒരു ആപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ പോലെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ആ മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ പൈസ ഇട്ടാൽ അവർ അത് ട്രേഡ് ചെയ്തിട്ട് ലാഭമാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് തരും. ഓക്കെ, ഇൻവെസ്റ്റേഴ്സിനുള്ള ഒരു അടുത്തൊരു വഴി. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ബാസ്ക്കറ്റ് ഓഫ് സ്റ്റോക്ക് ബോണ്ട് അതർ ദാൻ അസറ്റ്സ് സിമിലർ ടു മ്യൂച്വൽ ഫണ്ട്സ്. ഇതും മ്യൂച്വൽ ഫണ്ട്സ് പോലെ തന്നെയാണ് എക്സ്ചേഞ്ച്. അതായത് ഓരോ എക്സ്ചേഞ്ചുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ പൈസകളൊക്കെ ഇങ്ങനെ ഡോളറിൻ്റെ വില ഇടിഞ്ഞു, രൂപയുടെ വില ഉയർന്നു എന്നൊക്കെ പറയണം നമ്മൾ കേട്ടിട്ടില്ലേ. ആ ഒരു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബൈ ഫിസിക്കൽ കമ്മോഡിറ്റീസ് സച്ച് ആസ് ഗോൾഡ്, സിൽവർ, ഓയിൽ. അതായത് എന്നും വേരിയിങ് ആയിട്ടുള്ള പ്രൈസ് ഒരിക്കലും സെറ്റായി ഫിക്സഡ് അല്ലാത്ത സാധനങ്ങളാണ് ഗോൾഡ്, സിൽവർ, ഓയിൽ, അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്. അതായത് കാലത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ ടൈമിനനുസരിച്ച് ഓർ വേൾഡിൻ്റെ മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് വേരിയിങ് ആണ്. സോ ഇതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ലോങ് ടൈം ആയിട്ട്. ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബൈ alternate investors can assets such as private equity, venture capital, cryptocurrency, art or collaborate through potential risk investment and they all same on something increase their value. ഇനി ഇൻവെസ്റ്റേഴ്സ് ഇന്നെ ഈ ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് പലതരം, നേരത്തെ നമ്മൾ പഠിച്ച ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അല്ല ഇത് മെയിനായിട്ട്. ഇതിപ്പോൾ ഒരു ട്രീ കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടോപ്പ് ഇൻവെസ്റ്റേഴ്സ്, അതിൻ്റെ സബ് ലെവലാണ് 3 ഇൻവെസ്റ്റേഴ്സ് ആയുള്ള പ്രീ ഇൻവെസ്റ്റർ, പാസീവ് ഇൻവെസ്റ്റർ, ആക്റ്റീവ് ഇൻവെസ്റ്റർ. അതിൻ്റെ ഇങ്ങോട്ടും ബ്രാഞ്ചായിട്ട് വരുന്നതാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്, വെഞ്ചർ ക്യാപിറ്റൽസ്, P2P ലെൻഡിങ്, പേഴ്സണൽ ഇൻവെസ്റ്റേഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ പാർട്ടായ ഇൻവെസ്റ്റേഴ്സിൻ്റെ താഴെ ബ്രാഞ്ച് പോലെ വരുന്ന 3 എണ്ണമാണ് പ്രീ ഇൻവെസ്റ്റർ, പാസീവ് ഇൻവെസ്റ്റർ, ആക്റ്റീവ് ഇൻവെസ്റ്റർ. പ്രീ ഇൻവെസ്റ്റർ ആർ ദോസ് നോട്ട് പ്രൊഫഷണൽ ഇൻവെസ്റ്റേഴ്സ്. അവരൊരിക്കലും പ്രൊഫഷണൽ അല്ല. ദിസ് ഇൻക്ലൂഡ് ഫ്രണ്ട്സ്, ഫാമിലി ദാറ്റ് ഏബിൾ ടു കമ്മിറ്റ് എ സ്മോൾ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടുവേർഡ്സ് യുവർ ബിസിനസ്. അതായത് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ആരായാലും ആദ്യം ഫ്രണ്ട്സിനോടും വീട്ടുകാരോടൊക്കെ കുറച്ച് പൈസ ഉണ്ടോയെന്ന് ചോദിക്കില്ലോ. ആ ഇത് അവർക്ക് നമ്മളെക്കുറിച്ച് നമ്മളിലുള്ളൊരു വിശ്വാസമാണ് അവർ ചെയ്യുന്ന ഇൻവെസ്റ്റ്. അല്ലെങ്കിൽ അവർ തരുന്ന ചെറിയൊരു പൈസയും നമുക്ക് ഐഡിയ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ തരുന്ന ചെറിയൊരു പൈസയിൽ ഒക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണല്ലോ. നമ്മൾ ആദ്യം ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്തായാലും തുടങ്ങുള്ളൂ. ആദ്യം തന്നെ നമുക്ക് വലിയ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അട്രാക്ട് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ അവർ വേറെ കാറ്റഗറിയാണ്. അവർ ഒരിക്കലും പ്രീ ഇൻവെസ്റ്റേഴ്സ് അല്ല. അവർ പാസീവ് ഇനി അടുത്ത കാറ്റഗറിയിൽ വരുന്ന പാസീവ് ഇൻവെസ്റ്റേഴ്സിലാണ് വരും. ഓക്കെ, പാസീവ് ഇൻവെസ്റ്റേഴ്സ് ആർ ദോസ് that are professional investors that commit capital but do not play active role in managing the business. An example would angel investors. നമ്മളിപ്പോൾ കോളേജിൽ വല്ല പ്രൊജക്റ്റോ അങ്ങനെയൊക്കെ നല്ല കമ്പനീസിൻ്റെ ഒക്കെ അട്രാക്റ്റഡ് ആണെങ്കിൽ അവർ നമുക്ക് പൈസ തരും. അപ്പോൾ നമ്മൾ വീട്ടുകാരുടെ നിന്ന് നമ്മുടെ ഐഡിയനെ നറിഷ് ചെയ്യാൻ പൈസയുടെ ആവശ്യം വരില്ല. എന്നാലും നമ്മൾ പ്രോട്ടോടൈപ്പോ അല്ലെങ്കിൽ നമ്മുടെ മോഡൽ ആദ്യം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് പൈസ എവിടെ നിന്ന് കിട്ടുക. ഓക്കെ, ആ ഒരു രീതിയിൽ പ്രീ ഇൻവെസ്റ്റർ കഴിഞ്ഞിട്ടാണ് ആക്റ്റീവ് ഇൻവെസ്റ്റർ വരിക. ഇങ്ങനെ ആക്റ്റീവ് ഇൻവെസ്റ്ററിനെ കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ അവരാണ് അവരുടെ മെയിൻ എക്സാമ്പിളാണ് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ്. ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറയുമ്പോൾ ഹൈ നെറ്റ്വർത്തുള്ള ഇൻഡിവിജ്വൽസാണ്. അവർ നമ്മുടെ ഐഡിയയിലോ എൻ്റർപ്രണർഷിപ്പ് ഐഡിയയിലോ അട്രാക്റ്റഡ് ആയിട്ട് നമുക്ക് പൈസ തരും. ഓക്കെ, പിന്നെ അവർ ഒരിക്കലും ബിസിനസ് പരമായ കാര്യങ്ങളിൽ അത്ര ഇടപെടുന്ന ടീംസ് അല്ല. അവർക്ക്
നമുക്ക് പൈസ തന്ന് അവർക്ക് അതിൻ്റെ ഷെയർ കൊടുത്താൽ മതി. ബിസിനസ്സിൻ്റെ ഐഡിയയിലൊന്നും അവർക്ക് അത്ര നിർബന്ധം ഇല്ല അവർ ഇടപെടാമെന്ന്. ഓക്കെ, അത് കഴിഞ്ഞാൽ ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് ആർ ദോസ് കമ്മിറ്റ് ക്യാപിറ്റൽ ബട്ട് ഓൾസോ ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ ദി ബിസിനസ്. ദേ മേക്ക് ഡിസിഷൻ ഓൺ സ്ട്രാറ്റജി, സീനിയർ മാനേജ്മെൻറ്റ് ആൻഡ് മോർ. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് വെഞ്ചർ ക്യാപിറ്റൽസ് ആൻഡ് പ്രൈവറ്റ് ഇക്വിറ്റി. അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ്, ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് നമ്മുടെ കമ്പനിയിൽ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്യാനുള്ള റൈറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാസീവ് ഇൻവെസ്റ്റേഴ്സിൻ്റെ പോലെയല്ല. അതായത് നമ്മളൊരു കമ്പനി സക്സസ് ആയതിനു ശേഷം നമ്മുടെ ഷെയർ അത്യാവശ്യം നല്ല വലിയ ഷെയറാണ് അവർ മേടിക്കുക. സോ അവർക്ക് അതിൻ്റേതായ റോളുണ്ട്. അവർ അതേ പാരലായിട്ട് അതേ ഒരു ലെവലിൽ വർക്ക് ചെയ്യുന്നവരാണ്. ഓക്കെ, എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു യൂട്യൂബിന് പാരലായിട്ടൊരു ആപ്പ് തുടങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനായിട്ടും യൂട്യൂബ് പോലെ എല്ലാതും സിനിമ, പാട്ടൊക്കെ കേൾക്കാനും പറ്റും. പ്ലസ് വേറൊരു ഡിഫറെൻ്റായിട്ട് നമുക്കതിൽ മെസ്സേജും കൂടി അയക്കാം. അതായത് സിനിമ അങ്ങനത്തെ ഫയലും കൂടി അയക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ആപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ആപ്പിനെ നമ്മുടെ യൂട്യൂബുകാർ നമുക്ക് അത്യാവശ്യം നല്ല പൈസ തന്ന് നമ്മളുടെ ടേക്ക് ഓവർ ചെയ്യും. നമ്മുടെ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഫേസ്ബുക്ക് ടേക്ക് ഓവർ ചെയ്ത് അതങ്ങനെയാണ്. കാരണം അതേ ഒരു രീതിയിലാണ് സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ അതേ ഒരു എന്താ പറയുക, നമ്മുടെ വാട്സപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും സ്റ്റോറിയും ഇപ്പോൾ അപ്ഡേറ്റ്സാണ്. വാട്സപ്പിൽ ഇപ്പോൾ അപ്ഡേറ്റ്സാണ്. സോ അതുപോലെ സ്റ്റാറ്റസ് സ്റ്റോറി ഇടാം, പ്ലസ് മെസ്സേജ് അയക്കാം, കോൾ ചെയ്യാം. ഇത് തന്നെയാണ് ഫേസ്ബുക്കിലും പറ്റുക. നമുക്ക് ഫേസ്ബുക്ക് ലൈക്ക് ചെയ്യാം. ഓക്കെ, ഫേസ്ബുക്കിൽ ഇതുപോലെ നമുക്ക് വീഡിയോസ് കാണാം, പിന്നെ നമ്മുടെ ഫോട്ടോസ് ലൈക്ക് ചെയ്യാം, സ്റ്റോറി ഇടാം, അങ്ങനെ. സോ ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഫേസ്ബുക്ക് അവരുടെ ഒരേ രീതിയിൽ തന്നെയാണ്, ഒരേ സ്ട്രീം തന്നെയാണ് ഈ വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും. സോ അവരതിനെ ടേക്ക് ഓവർ ചെയ്തു അവരുടെ കമ്പനിയിലേക്ക് ഏറ്റെടുത്തു, മെറ്റ ഏറ്റെടുത്ത പോലെ. അതാണ് ഈ ആക്റ്റീവ് ഇൻവെസ്റ്റേഴ്സ്. ചിലപ്പോൾ അങ്ങനെ ടേക്ക് ഓവർ ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ രീതിയിൽ നമ്മൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ ഉള്ളതാണ് ഇൻവെസ്റ്റേഴ്സ്. ഇനി അടുത്ത മുതൽ നമ്മുടെ മൊഡ്യൂളിൻ്റെ അടുത്ത സെറ്റായ പാർട്ട്നേഴ്സാണ് അടുത്ത പാർട്ടിൽ കാണാം.